ഇങ്ങനെ 10 ഘടകങ്ങൾ എടുത്തിട്ട് ഈ 10 ഘടകങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ആ 10 ഘടകങ്ങളിൽ രൂപപരമായ അംശമുണ്ട്, ശൈലീപരമായ അംശമുണ്ട്, ആശയ അംശങ്ങളുണ്ട്, രാഷ്ട്രഭാവനയുണ്ട്, ബൂർഷ്വാസി ജന്മം നൽകിയ വ്യക്തിബോധമുണ്ട്, ആധുനിക ശാസ്ത്രമുണ്ട്, മനോഘടനകളുണ്ട്. ഇങ്ങനെ എത്രയോ ഘടകങ്ങൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സമ്മേളിക്കുമ്പോഴാണ് അത് റൊമാൻറ്റിക് സെൻസിബിലിറ്റി ആയിത്തീരുന്നത്. ഒരുപക്ഷെ റൊമാൻറ്റിക് സെൻസിബിലിറ്റി എന്നതിനെ 4-5 ഘടകങ്ങളായി പിരിച്ചു കാണിക്കുന്ന വിശദീകരണങ്ങൾ സാമാന്യേന നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഇത്രയും ഘടകങ്ങളെ ചേർത്ത് വെച്ച് അവയുടെ ഒരു കൺവെർജൻസ് പോയിന്റായി ഒരു ഹിസ്റ്റോറിക്കൽ എക്സ്പ്രഷൻ ഓഫ് സെൻസിബിലിറ്റി, ഭാവുകത്വത്തിൻ്റെ ചരിത്രപരമായൊരു പ്രകാശന സ്ഥാനമായിട്ട് റൊമാൻറ്റിസിസത്തെ കേസരി കാണുന്നു. ഇതാണ് കേസരിയുടെ പ്രസ്ഥാനം. കേസരി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇത്രയും ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന സവിശേഷമായ ഒരു അനുഭൂതി സന്ദർഭത്തെയാണ് കേസരി പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഇതിനെ കേസരി റിയലിസവുമായി ചേർത്ത് വെച്ചുകൂടി പറയാം. റൊമാൻറ്റിസിസം വ്യക്തിയുടെ കഴിവുകൾക്ക് അതിരില്ല എന്ന കാഴ്ചപ്പാട് അത് റിയലിസത്തിലും തുടരുന്നു. വ്യക്തിയുടെ കഴിവുകൾ അപരിമേയമാണ്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ ജിജ്ഞാസയ്ക്ക് പകരം അന്യന് തന്നെ തുറന്നു കാണിക്കുന്ന മട്ടിലുള്ള ഒരു എക്സിബിഷനിസ്റ്റ്, മസോക്കിസത്തിൻ്റെ സ്വഭാവത്തിന് പകരം ലോകത്തിന് മുമ്പിൽ തന്നെ തുറന്നു കാണിക്കുന്ന, തൻ്റെ യാതനകളെ വിളിച്ചു പറയുന്ന, തന്നെ പ്രദർശന വസ്തുവാക്കുന്ന ഒരു പ്രകൃതമാണ് എക്സിബിഷനിസത്തിൽ ഉള്ളത്. അതുപോലെ തൻ്റെ യാതനകൾ തുറന്നു കാണിച്ച് ലോകത്തെ വേദനിപ്പിക്കലാണ് റിയലിസത്തിൻ്റേത്. മസോക്കിസ്റ്റ് അല്ല, മറിച്ച് സാഡിസ്റ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം റൊമാൻറ്റിക് ഹീറോ പോയറ്റ് മാർട്ടിയർ എന്ന് സ്വയം കരുതുകയാണെങ്കിൽ റിയലിസ്റ്റ് ഹീറോ ലോകത്തോടാണ് ഏറ്റുമുട്ടുന്നത്. അയാൾ ലോകത്തെ വേദനിപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടാണ്. അതുകൊണ്ടാണ് തെറി പറയണമെന്ന് കേസരി നേരത്തെ പറഞ്ഞത്. കാരണം നിങ്ങൾ രസിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ അലോസരപ്പെടുകയാണ്, തെറിയാണ് പറയേണ്ടത്. 4 കൃതികൾക്ക് ഒറ്റ ഒഴുക്കുകൊണ്ട് ഭാവത്തെ നിർമ്മിക്കുകയല്ല, ഏകരൂപമായ അന്തരീക്ഷത്തെ ഉണ്ടാക്കുകയാണ്. വിശദാംശങ്ങൾ ധാരാളമായിട്ട് റിയലിസത്തിൽ വരും. അതല്ലാതെ വിശദാംശങ്ങളെ ഒഴിവാക്കുന്ന ഒരു പരിചരണ രീതിയല്ല. മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഈഗോ സൂപ്പർ ഈഗോയ്ക്കും ഇതിനും കീഴടങ്ങലല്ല, ഈഗോ റിയാലിറ്റിക്ക് കീഴടങ്ങലാണ് റിയലിസത്തിൻ്റെ സ്വഭാവം. റൊമാൻറ്റിസിസത്തിൻ്റെ ദേശീയ പ്രാദേശിക മനോഭാവത്തിന് പകരം റിയലിസത്തിനുള്ളത് അടിസ്ഥാനപരമായി സാർവദേശീയമായ മനോഭാവമാണ്. റൊമാൻറ്റിസിസം നവരസങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ റിയലിസം കരുണം, ബീഭത്സം, ആക്ഷേപഹാസ്യം എന്നീ 3 ഭാവങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. ശൈലീപരമായിട്ട് ശാലീനവും കലുഷവും ഉജ്ജ്വലവുമായ രീതികൾ റിയലിസവും നിലനിർത്തുന്നു. പ്രസാദാത്മകത്വമാണ് റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു അടിസ്ഥാന ഭാവമെങ്കിൽ വിഷാദാത്മകത്വമാണ് റിയലിസത്തിൻ്റെ അടിസ്ഥാന ഭാവം. കുറഞ്ഞ തത്വഭ്രമമാണ് റൊമാൻറ്റിസിസത്തിനെങ്കിൽ കവിഞ്ഞ തത്വഭ്രമമാണ് റിയലിസ്റ്റുകൾക്ക് ഉള്ളത്. അവർ ലോകത്തെ പഠിപ്പിക്കാൻ പുറപ്പെട്ട ആളുകളാണ്. റൊമാൻറ്റിക്കുകൾ ലോകത്തെ പഠിപ്പിക്കാൻ പുറപ്പെടുന്നില്ല, റിയലിസ്റ്റുകൾ ലോകത്തെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് കരുതുന്ന പ്രബോധകരാണ്. ഈ പ്രബോധനത്തിന് വലിയ ആവശ്യമുണ്ടെന്ന് കേസരി കരുതുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേസരി റിയലിസം എന്നോ റൊമാൻറ്റിസിസം എന്നോ പറയുന്നത് നമ്മൾ പരമ്പരാഗതമായി കരുതിപ്പോരുന്ന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയോ കലാപ്രസ്ഥാനത്തിൻ്റെയോ ഉള്ളിലല്ല, മറിച്ച് കേസരിയുടെ പ്രസ്ഥാന കൽപ്പനയിൽ സാഹിത്യത്തിൻ്റെ രൂപമുണ്ട്, അല്ലെങ്കിൽ കലയുടെ രൂപസംവിധാനമുണ്ട്, ശൈലിയുണ്ട്, ആശയ രീതികളുണ്ട്, ഒപ്പം തന്നെ രാഷ്ട്രഭാവനയുണ്ട്, മനോഘടനയുണ്ട്, ശാസ്ത്രം നൽകുന്ന പുതിയ ബോധ്യങ്ങളുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ബലങ്ങൾ, അത് ഒരു കലാവസ്തുവിൻ്റെ രൂപചരിത്രമാകാം, ശൈലീപരമായ സവിശേഷതകളാകാം, അതുമുതൽ സാർവദേശീയ മനസ്ഥിതി വരെ, രാഷ്ട്രഭാവനയുടെ പ്രകാരഭേദങ്ങൾ വരെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു മീറ്റിംഗ് പോയിന്റിലാണ് കേസരി പ്രസ്ഥാനത്തെ കൊണ്ടുവന്ന് നിർത്തുന്നത്. എന്നിട്ടാണ് കേസരി പറയുന്നത് ചരിത്രപരമായി രൂപപ്പെട്ടു വരുന്ന മനുഷ്യാനുഭവങ്ങൾ, ആ മനുഷ്യാനുഭവങ്ങളുടെ വ്യവസ്ഥപ്പെടലാണ് വാസ്തവത്തിൽ പ്രസ്ഥാനം എന്നത്. അതുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിൽ ഒരു കൃതിയെ പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികമായി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുകയല്ല, മറിച്ച് മനുഷ്യാനുഭവത്തിൻ്റെ ഒരു സവിശേഷ പ്രകാരത്തെ പുള്ളി ചരിത്രവൽക്കരിക്കുന്നു. എൻ്റെ ഒരു വാദം എന്താന്ന് വെച്ചാൽ, എൻ്റെ ഒരു തോന്നൽ എന്താ വെച്ചാൽ, അനുഭൂതി എന്ന് പറയുന്നത് ചരിത്രബന്ധമാണ് എന്ന് പറയുകയും ആ ചരിത്രബന്ധത്തിൻ്റെ നിർമ്മാണ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയുമാണ് കേസരി പ്രസ്ഥാന നിരൂപണത്തിൽ ചെയ്തത്.
അനുഭൂതിയുടെ ചരിത്രാത്മകതയെ ഉറപ്പിക്കുകയും ആ ചരിത്രാത്മകതയുടെ നിർമ്മാണ സാമഗ്രികൾ, കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെന്റ്സ് ഓഫ് സെൻസിബിലിറ്റി, സവിശേഷമായ ഭാവുകത്വത്തിനെ നിർമ്മിച്ച ഭൗതികാധാരങ്ങൾ ഏതൊക്കെയാണ്? ഈ ഘടകങ്ങളൊന്നും മെറ്റാഫിസിക്കൽ അല്ല, ഈ ഘടകങ്ങളൊക്കെ സോഷ്യോ ഹിസ്റ്റോറിക്കലാണ്. ഇതിൽ നിന്നുണ്ടായി വരുന്ന അനുഭൂതിയാകട്ടെ കേവല വസ്തുവല്ല. അതുകൊണ്ട് കലയുടെ ലോകം അനുഭൂതിയുടെ ലോകമാണ്. പക്ഷെ അനുഭൂതിയുടെ ലോകം അതിഭൗതികമല്ല, അനുഭൂതിയുടെ ലോകം ഭൗതികവും ചരിത്രപരവുമാണ്. ഇതാണ് കേസരി ഈ അനുഭൂതി വിമർശനത്തിൽ കൊണ്ടുവന്ന സുപ്രധാനമായ വഴിത്തിരിവ്. കലയെ അനുഭൂതി സ്ഥാനമായിട്ട് കാണുക, പക്ഷേ ആ അനുഭൂതി സ്ഥാനം സാമൂഹികവും ചരിത്രപരവുമായ ബന്ധങ്ങളിലൂടെ ഉയർന്നു വരുന്ന ഒന്നാണ് എന്ന് പറയുകയും ചെയ്യാം. അങ്ങനെ കലയുടെ അനന്യത, സീക്രട്ട് കൺഫെഷൻ എന്ന അനന്യതയെ കൈവിടാതിരിക്കുക. പക്ഷേ ആ സീക്രട്ട് കൺഫെഷൻ എന്ന് പറയുന്ന അനന്യതയ്ക്ക് പിന്നിൽ വ്യക്തിയുടെ ആന്തരികമായ സ്വകാര്യ പ്രപഞ്ചമല്ല, ചരിത്രത്തിൻ്റെ മഹാബന്ധങ്ങളാണ് ഉള്ളത് എന്ന് കാണുകയും ചെയ്യുക. ഇങ്ങനെ ഒരർത്ഥത്തിൽ കലയുടെ അനുഭൂതിയെ അങ്ങേറ്റം ഡയലക്റ്റിക്കലായി, വൈരുദ്ധ്യാത്മക ബന്ധമായി, ഒരേ സമയം അതിനെ ഒരു വ്യക്തിയുടെ ആന്തരിക അനുഭൂതിയായും അതേസമയം ചരിത്രബന്ധങ്ങളുടെ ആകത്തുകയായും കലയെ കാണുന്ന വൈരുദ്ധ്യാത്മക വിചിന്തനത്തിൻ്റെ മലയാളത്തിലെ ഏറ്റവും മികച്ച മാതൃകകളിലൊന്നാണ് ഈ കേസരിയുടെ പ്രസ്ഥാനവിമർശനം. നിർഭാഗ്യവശാൽ ഇത് പ്രൊക്രസ്റ്റസിൻ്റെ കട്ടിലാണെന്നും അദ്ദേഹം ഈ കട്ടിൽ ആളുകളെ പിടിച്ചു കിടത്തി കാല് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് നമ്മുടെ പണ്ഡിത നിരൂപണം ഇതേക്കുറിച്ച് പറഞ്ഞത്. വടക്കൻകൂർ രാജരാജവർമ്മയെ പോലെ യാന്ത്രികമായ കൽപ്പനകൾ, പ്രാചീന കൽപ്പനകൾ കൊണ്ട് സാഹിത്യ വിമർശനം നടത്തിയ വടക്കൻകൂർ രാജരാജവർമ്മയെ പോലെ പാശ്ചാത്യ കൽപ്പനകൾ കൊണ്ട് സാഹിത്യത്തെ വെട്ടിക്കീറിയ ഒരാളാണ് കേസരി ബാലകൃഷ്ണപിള്ള എന്നാണ് സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യ വിമർശനത്തിൽ എഴുതിയിട്ടുള്ളത്. കേസരിയെക്കുറിച്ച് പറയാവുന്ന പരമാവധി തെറ്റായ അഭിപ്രായമാണ് അഴീക്കോട് മാഷ് പരമാവധി ശക്തിയിൽ പറഞ്ഞത് എന്നിപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം. അഴീക്കോട് മാഷ് അവസാനം അത് തിരുത്തി കേട്ടോ. സാഹിത്യ ലളിതകല അക്കാദമി കേസരിയുടെ 50ാം ചരമവാർഷികത്തിന് തൃശ്ശൂർ നടത്തിയ സെമിനാറിൽ അഴീക്കോട് മാഷ് പ്രസംഗിക്കുന്നുണ്ട്. ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഴീക്കോട് മാഷ് പറഞ്ഞത് കേസരിയെ നോക്കിയതിൽ ഞങ്ങൾക്ക് പാളിച്ച പറ്റി. കേസരി ഒരു സാഹിത്യ വിമർശകനായിരുന്നില്ല, അദ്ദേഹം ഒരു ജീവിത വിമർശകനായിരുന്നു. അത് തിരിച്ചറിയാൻ അത്രയും വൈകി എന്നുള്ളത് അനുവദനീയമാണോ എന്നത് ഒരു കാര്യമാണ്. വിജയൻ മാഷ് പണ്ട് പറഞ്ഞൊരു രസമുണ്ട്, ഈ സിംബലിസ്റ്റ് കവിത എന്ന് കേസരി ചിലതിനെക്കുറിച്ച്, നിമിഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൃഷ്ണമാരാർക്ക് കേസരി ഇഷ്ടമല്ല. കാരണം മാരാരി സാഹിത്യത്തിൻ്റെ ധാർമ്മിക ശക്തിയിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ. എഴുത്തച്ഛനെ പോലും മാരാരി ചീത്ത പറഞ്ഞിട്ടുണ്ട്. നമ്പ്യാരെ മാരാരി വിളിച്ച ഒരു വാക്ക് സംസ്കാര ദൂഷകനായ കവി പരിഷ എന്നാണ്. അത് ഈ ഭീമ ഹനുമത് സംവാദം ഉണ്ടല്ലോ, നമ്മുടെ കല്യാണ സൗന്ദര്യം തുള്ളലില് ഭീമൻ കല്യാണ സൗന്ദര്യം തേടിപ്പോകുന്നു, വഴിയിൽ വെച്ച് ഹനുമാൻ തടയുന്നു, അവർ തമ്മിൽ ശണ്ടയാകുന്നു. ആ ശണ്ട അതാണ് പ്രസിദ്ധമായ, മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വരികളാണല്ലോ. മർക്കടാ നീയങ്ങ് മാറിക്കിടക്കടാ, ദുർഘട സ്ഥാനത്ത് വന്നു കിടക്കാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ കാരണം. ഇങ്ങനെ കൊണ്ട് ഇത്രയും കവിത ഉണ്ടാക്കാൻ പറ്റുന്ന മലയാളിയെ പഠിപ്പിച്ച ഒരാൾ കൂടിയാണ്. വാസ്തവത്തിൽ നമ്പ്യാർ വായിക്കേണ്ടതാണ് കേട്ടോ. മലയാളത്തിൽ ഇതുപോലെ ഭാഷ ഒഴുകിയ ഒരു സ്ഥലവുമില്ല. ഇതുപോലെ ചങ്ങമ്പുഴയുടെ ഒരു കഴിവായിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയാറുള്ളത്, ചങ്ങമ്പുഴയ്ക്ക് നമ്പ്യാരുടെ മുഴുവൻ കവിതയും കാണാതറിയാമെന്ന്. മുഴുവൻ കവിതയും കാണാതറിയാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എല്ലാ വാക്കും അറിയാമെന്നാണ്. കാരണം അമ്മാതിരി കവിത ഉപയോഗിച്ച ആളാണ്. സാധാരണ കവികൾ പറയുമല്ലോ, എനിക്ക് വാക്കില്ല, വാക്ക് കിട്ടണം. എഴുത്തച്ഛൻ മുതൽ അങ്ങനെയാണ്. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, വാക്ക് വേണം. കുമാരനാശാൻ പറയും, തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം, ഇന്ന് ഭാഷ ഇത് അപൂർണം. വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്, എന്തെനിക്കേകീല വാക്കൊന്നും ബന്ധുരം തവ രൂപം വിവരിക്കാൻ. അങ്ങനെ ഒരുപാട് കവികൾ, വാക്കേ വാക്കേ കൂടെ വിടെ എന്ന് ഗോവിന്ദൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് വാക്കിന് ഒരു മുട്ടുമില്ല എന്ന് പറഞ്ഞ ഒറ്റ കവിയെ മലയാളത്തിലുള്ളൂ, അത് നമ്പ്യാരാണ്. നമ്പ്യാർ ഒരു കവിതയെ പറയുന്നുണ്ട്, പാൽക്കടൽ തിര തള്ളിയേറി വരുന്ന പോലെ പദങ്ങളൻ നാക്കിലങ്ങൊരു നൃത്തമാണത് ഭോഷ്കു ചൊല്ലുകയല്ല ഞാൻ. തിരമാല പോലെ വാക്കുണ്ട് എന്നാ പറയാ. നിരൂപകന്മാരെ താക്കീത് ചെയ്ത കവിയാണ്. നിങ്ങൾ കവിത വിമർശിക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ പറയാൻ. അല്ലെങ്കിൽ നമ്പ്യാർ എഴുതിയിട്ടുള്ളത്, അറിയാത്ത മഹാമൂഢൻ തെരുവാക്ക് പറഞ്ഞെന്നാൽ എറിഞ്ഞു കാലൊടിക്കുമെന്ന് അറിഞ്ഞു കൊള്ളുവിനെല്ലാവരും എന്നാണ്. അങ്ങനെയൊക്കെ എഴുതാൻ ബലമുള്ള ഒരാളെ